നമ്മൾ 2 ത്രെഡ് വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞ് പർപ്പിളും കഴിഞ്ഞു, റെഡും കഴിഞ്ഞു. ഇത് രണ്ടും നിങ്ങൾ ത്രെഡ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത കാരണം നമ്മളിപ്പോൾ യെല്ലോ ത്രെഡ് ചെയ്യുമ്പോൾ കാണിക്കണം. ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു ത്രെഡ് എടുത്ത ശേഷം ഇവിടെ ഒരു കുത്തി, അതിന് ശേഷം നമ്മൾ ഒരു ലോങ് ആയിട്ട് ഇവിടെ ഒരു കുത്തി, അവിടുന്ന് സ്ട്രെയിറ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കുത്തണം കേട്ടോ. ഇവിടുന്ന് ഒരു ത്രെഡ് എടുത്തിട്ട് സ്ട്രെയിറ്റ് കൊണ്ടുവന്നിട്ട് ഓപ്പോസിറ്റ് ഇവിടെ ഒരു കുത്തുക, അതിൽ നിന്ന് 1 ഇഞ്ച് മേളിലോട്ട് കുത്തുക. ഉണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടുന്ന് ത്രെഡ് നേരെ വലിച്ച് ഇപ്പുറത്തൊരു കുത്തുക. അവിടെ നേരെ ഈ ത്രെഡിനെ നമുക്ക് ഇതിൽ ഒരു സ്പേസിൽ കുത്താം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് പോവാം. ഇവിടെ കുത്താം, ഇവിടെ കുത്തിയ ശേഷം നെക്സ്റ്റ് അവിടുന്ന് കുത്തി ത്രെഡ് എടുത്ത ശേഷം നെക്സ്റ്റ് ഉള്ള ഒരു ഭാഗത്ത് കുത്താം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ നമ്പർ 24 ആണ്. അപ്പോൾ എല്ലാവർക്കും ആ നീഡിൽ ഉപയോഗിച്ച് ഇങ്ങനെ ത്രെഡ് വർക്ക് ചെയ്യാം. എന്നിട്ട് പയ്യെ നമ്മൾ രണ്ടാമത്തെ ചെറിയൊരു കുത്തുക. അതിനുശേഷം അവിടെ നിന്ന് മേളിലേക്ക് കൊണ്ടുവരിക. അടുത്ത നെക്സ്റ്റ് ഇവിടെ കുത്തുക, അതിനുശേഷം അതിൻ്റെ മുമ്പിൽ കുത്തുക. നെക്സ്റ്റ് നേരെ ത്രെഡ് മേളിലേക്ക് പോവുക, ഇവിടെ കുത്തുക. അങ്ങനെ നമ്മൾ ഇത് മൊത്തം ഇതെല്ലാം ചെയ്തേക്കുന്നത് അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഡിഫറെൻറ്റ് കളർ, നിങ്ങൾ കയ്യിൽ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ ഒരു എൻഡിൽ തൊട്ട് അതിൻ്റെ ലെന്ത് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരു ഗോൾഡ്, ഒരു ബ്ലൂ കളറിലെ കട്ട് ബീഡ്സുകൾ, ചെറുത് കട്ട് ബീഡ്സ് വളരെ ചെറിയത് കിട്ടും ഈ ടൈപ്പ്. അപ്പോൾ ഇതെടുത്ത് 2-3 കട്ട് ബീഡ്സുകൾ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഇപ്പം ഞാൻ ബ്ലൂവും ഗോൾഡനും എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മളുടെ ഹെഡിൽ നമ്മൾ 2 ചെറിയൊരു ഗോൾഡൻ ബോൾസ് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മൾ ഒരു റോസ് ത്രെഡിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ഇത് ഫുള്ള് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട് സൈഡിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത്, പിന്നെ ഈ താഴത്തെ ഭാഗം, അതായത് കട്ട് ബീഡ്സ് വെക്കുന്ന ഈ ഭാഗങ്ങൾ മൊത്തം ബ്രൗൺ കളറിൽ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഇപ്പോൾ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സൈഡ് മൊത്തം ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ക്ലോത്തിൽ, എൻ്റെ ഒരു ടോപ്പിൽ ഞാൻ ചെയ്ത ഒരു ബട്ടർഫ്ലൈ ആണ്. ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. Thank you so much for watching. God bless you all. Please subscribe and like my channel.